മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോയവരും തിരിച്ചറിഞ്ഞിട്ടും തിരിഞ്ഞു നടന്നവരും തനിച്ചു നിന്നപ്പോൾ താങ്ങായവരും തണൽ കൊണ്ടവരും തണൽ തന്നവരും എല്ലാവരും തന്നെ ജീവിതം എന്താണെന്ന് നിങ്ങളെ പഠിപ്പിച്ചു തന്നവരാണ്. അവർ പഠിപ്പിച്ചു തന്ന പാഠങ്ങൾ ഒരിക്കലും മറക്കരുത്. ചില സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കും. പക്ഷേ ആ വേദന നിങ്ങൾക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും. ഭക്തരെ, തള്ളിപ്പറഞ്ഞവരും തള്ളിക്കളഞ്ഞവരും തിരികെ വിളിക്കുന്ന ഒരു സമയം വരും. അതുവരെ കാത്തിരിക്കുക. മാറ്റാൻ കഴിയാത്തതിനെ ഓർത്ത് വിഷമിച്ചിരിക്കാതെ സ്വയം തിരിച്ചറിഞ്ഞ് വളരുന്നിടത്താണ് നിങ്ങളുടെ വിജയം. ഭക്തരെ, വിജയത്തിൻ്റെ ഏറ്റവും വലിയ ഘടകം ആത്മവിശ്വാസമാണ്. നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുക. നിങ്ങൾ അത് അർഹിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുക. നിങ്ങൾക്കത് ലഭിക്കും എന്ന് വിശ്വസിക്കുക. നിങ്ങളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ ഒരിക്കലും കരയരുത്. കാരണം അവർ നിങ്ങളെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ കണ്ണുകൾ നിറയില്ലായിരുന്നു. ഭക്തരെ, വിടർന്നു നിൽക്കുമ്പോൾ തൊട്ടു തലോടുന്നതല്ല, തളർന്നു പോകുമ്പോൾ താങ്ങി നിർത്തുന്നതാണ് സ്നേഹം. ആളുകളെയും വസ്തുക്കളെയും കുറിച്ചുള്ള മുൻധാരണ നിങ്ങളെ യാഥാർത്ഥ്യത്തിൽ നിന്നും അകറ്റി നിർത്തും. എല്ലാ മുൻധാരണകളും ഒടുവിൽ വലിയ തെറ്റിദ്ധാരണകൾ ആയേക്കാം. ഭക്തരെ, നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസമുണ്ടാകണം. നിങ്ങളെക്കൊണ്ട് നേടും എന്ന വിശ്വാസം സ്വയം ഉണ്ടെങ്കിൽ തോൽക്കും എന്ന പേടി താനേ ഇല്ലാതാകും. നിങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ അത് എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും. എന്നാൽ നിങ്ങൾ അവർക്ക് നൽകിയ ഉപകാരങ്ങൾ അതൊരിക്കലും ആരുടെയും ഓർമ്മകളിൽ ഉണ്ടാകില്ല. അറിവുള്ളവരോടല്ല, അനുഭവം ഉള്ളവരോടാണ് ഉപദേശം തേടേണ്ടത്. ഒരു മനുഷ്യൻ അയാളിലേക്ക് മാത്രമായി സ്വയം ചുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അയാൾ അത്രമേൽ വേദനിച്ചിരിക്കണം. നിങ്ങളുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്ന് സംസാരിക്കാം. അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ പറഞ്ഞതൊക്കെയും നിങ്ങൾക്ക് എതിരെയുള്ള ആയുധമായി മാറും. എല്ലാ മൗനങ്ങളും വെറുപ്പുകൊണ്ടല്ല ഉണ്ടാകുന്നത്. ചിലത് ഒന്നും പറയാൻ പറ്റാത്ത വേദനകൾ കൂടിയാണ്. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാവരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.